السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك نبينا وحبيبنا محمد صلى الله عليه وسلم. സ്നേഹം നിറഞ്ഞ SKSSFന്റെ പ്രവർത്തകന്മാരെ, തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ തബ്ലീഗ് ജമാഅത്ത് എന്നുള്ള പ്രസ്ഥാനം അവരുടേതായ രീതിയിലുള്ള ഒരു ശൈലിയിലുള്ള പ്രബോധന ദൗത്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ ഒരു ബിദ്അഈ പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരു പ്രസ്ഥാനം തന്നെയാണ് തബ്ലീഗ് ജമാഅത്ത്. എന്നാൽ അത് പല ആളുകളെയും പല രീതിയിലും തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ എന്താ അവർക്ക് കുഴപ്പം എന്നുള്ള രീതിയിലൊക്കെ പല ആളുകളും ചോദിച്ചു വരാറുണ്ട്. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരെ പൊള്ളത്തരങ്ങൾ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിന്റെ അതേ ആശയങ്ങൾ തന്നെ 99% അതേ ആശയങ്ങളും അതേ വിശ്വാസങ്ങളുമാണ് അവരുടെ അടുക്കലുള്ളത്. അതിലപ്പുറം കടന്ന ചില വിശ്വാസങ്ങളും അവരുടെ അടുക്കലുണ്ട് എന്നുള്ളത് അവരുടെ പുസ്തകങ്ങൾ നമ്മളൊന്ന് പരിധി നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ അതിലേക്കൊന്നും പോവേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, 926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ അതിലെ 26ാമത്തെ മുശാവറ മെമ്പറായിട്ട് ഉള്ള ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത, എന്തെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും വല്ല വിഷമം തോന്നിയോ എന്ന് കണ്ടാൽ എത്ര ചെറിയവനായാലും അവനെ വന്നുകൊണ്ട് അവനോട് മാപ്പ് ചോദിക്കുന്ന, ജീവിതത്തിൽ അത്രയും ഒരു വിശുദ്ധിയോട് കൂടിയിട്ട് കടന്നുപോയ നമ്മളൊക്കെ കണ്ട ഒരു വലിയ നേതാവാണ്, വലിയ ഒരു അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയ ഒരു ആളായിരുന്നു ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്. ആ കണ്ണിയത്ത് ഉസ്താദ് ഒരു ദിക്ർ ചെല്ലുന്ന, അല്ലെങ്കിൽ സുന്നി വേഷമൊക്കെ അണിഞ്ഞു നടക്കുന്ന തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് പറഞ്ഞത് 1965 29/8/1965 കണ്ണിയത്ത് ഉസ്താദ് തബ്ലീഗ് ജമാഅത്തിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള, ബഹുമാനപ്പെട്ട അയിനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ അടക്കമുള്ള, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അടക്കമുള്ള, അതുപോലെ തന്നെ കൊല്ലോളി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട അതുപോലെ തന്നെ കുഞ്ഞിക്കോയ തങ്ങൾ ഉള്ള അടക്കമുള്ള ആളുകളെ ഈ ഒരു 5 അംഗ കമ്മിറ്റിയോട് അവരെ കുറിച്ചൊന്ന് വ്യക്തമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് പറയുകയും 1965 16/10/1965 കണ്ണിയത്ത് ഉസ്താദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മുശാവറ യോഗം തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് പഠിച്ച സബ് കമ്മിറ്റി അവർ പഠിച്ചത് മുശാവറയിൽ അവതരിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തബ്ലീഗ് ജമാഅത്ത് മുബത്തദീകളിൽപ്പെട്ട ഒരു പാർട്ടിയാണെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗം ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ തീരുമാനം അവിടെ പാസ്സാക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത്. കണ്ണിയത്ത് ഉസ്താദിന്റെ ചരിത്രം നമ്മൾ കേൾക്കുന്ന ആളുകളാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെ ചരിത്രം നമ്മൾ കേൾക്കുന്നതാണ്. ഒരു ചെറിയ മനുഷ്യനോട് കൂടി എന്തെങ്കിലും ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം അവനോട് പോയിട്ട് മാപ്പ് പറയാം എന്ന ഒരവസ്ഥ എൻ്റെ അടുത്ത് നാളെ റബ്ബിന്റെ മുന്നിലേക്ക് ഇത് വെക്കാൻ പാടില്ല എന്നല്ലേ. അത്രയും വലിയൊരു മനുഷ്യൻ ധൈര്യത്തോട് കൂടിയിട്ട് തൊപ്പിയും തലപ്പാവും വെച്ചൊക്കെ നടക്കുന്ന ഒരു മുബത്തദിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, ഇവരുടെ പ്രവർത്തനം ശരിയല്ല, നിങ്ങൾ അതിലേക്ക് പോകരുത് എന്ന് നമ്മളെ പഠിപ്പിച്ചത് എന്നുള്ളത്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ വേറെ എന്ത് തെറ്റി എന്ന് ആലോചിക്കുന്നതിന് പകരം കുറേ തബ്ലീഗ് ജമാഅത്തിന്റെ പൊള്ളത്തരങ്ങൾ നമുക്ക് വരച്ച് കാണിക്കാൻ സാധിക്കും. പക്ഷെ അതിന്റെ മുമ്പ് നമ്മൾ ആലോചിക്കേണ്ടത്, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ആ വലിയ മനുഷ്യൻ, അതോടൊപ്പം ബഹുമാനപ്പെട്ട കൂട്ടുമല ഉസ്താദും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയൊക്കെ ഇരുന്നുകൊണ്ട് ഇവർ ശരിയല്ലെന്ന് തീരുമാനം എടുക്കുകയാണ്. ആ തീരുമാനത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ തീരുമാനം വന്നു. അത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ ഒരു അഭിപ്രായം പറഞ്ഞു. നമ്മളിത് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അവരെ കൂട്ടത്തിലുള്ള ചില പണ്ഡിതന്മാരെ കണ്ടുകൊണ്ട് അവരുടെ ആ തെറ്റായ കാര്യങ്ങൾ എന്തൊക്കെയൊന്ന് അവരോടൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിന്റെ മുമ്പ് നമ്മൾ അവർക്കെതിരെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലും അത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല, അത് പുറത്തൗട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു. ബാഫഖ് തങ്ങളുടെ തീരുമാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിക്കുകയും അങ്ങനെ ബാഫഖ് തങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് കേരളത്തിന്റെ അന്നത്തെ അമീർ കാഞ്ഞാർ മൂസ മൗലവിയെ അന്നത്തെ കാലത്ത് 1960-കളിലാണ് ഒരു രജിസ്റ്റർ കത്ത് എഴുതിക്കൊണ്ട് അദ്ദേഹത്തിന് അയച്ചു. നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാനുണ്ട് തബ്ലീഗ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വടക്കേ ഇന്ത്യയിലെ ആലിമീങ്ങളുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഈ ചർച്ചയുമായി തബ്ലീഗ് ജമാഅത്തിന്റെ നമ്മുടെ കൂട്ടുമല ഉസ്താദിന്റെ നേതൃത്വത്തിൽ പഠിച്ച രേഖകൾ സമർപ്പിക്കാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അവർ മുന്നോട്ട് വന്നില്ല എന്നുള്ളത്. മുന്നോട്ട് വരാതായപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ബാഫഖ് തങ്ങളുടെ നേതൃത്വത്തിൽ തന്നെയാണ് പിന്നീട് തബ്ലീഗ് ജമാഅത്ത് പിഴച്ച പാർട്ടിയാണെന്ന് ബഹുമാനപ്പെട്ട ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ സമസ്ത മുശാവറയുടെ തീരുമാനത്തോടെ കൂടെ നിന്നു എന്നുള്ളത്. അങ്ങനെ 965 നവംബർ 7 സമസ്ത മുശാവറ തീരുമാനം പരസ്യപ്പെടുത്തുകയാണ് ഉണ്ടായത്.
നവംബർ 10 ചന്ദ്രിക ദിനപത്രത്തിൽ അത് പരസ്യപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ അന്നത്തെ ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് അടക്കമുള്ള ആളുകൾ എടുത്ത തീരുമാനം, ആ തീരുമാനം തബ്ലീഗ് ജമാഅത്തിന്റെ പൊള്ളത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഉസ്താദിന്റെ ശംസുൽ ഉലമയുടെ ഷെയ്ഖുനായുടെ ലേഖനം പരമ്പരയായി 4 ലക്കങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. തബ്ലീഗിനെ സംബന്ധിച്ച് സമസ്തയുടെ തീരുമാനം വളരെ കൃത്യമായിട്ട് കൊണ്ട് തന്നെ 4 ലക്കങ്ങളിലായിട്ട് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ലേഖനങ്ങൾ വന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇതിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം ദഹിക്കാത്ത അന്നത്തെ പ്രഗത്ഭരായ ചില പണ്ഡിതന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഏത് കാലഘട്ടത്തിലുണ്ടല്ലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, സമസ്ത എടുത്ത തീരുമാനത്തെ ആദ്യം ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിൽ ചിലപ്പോൾ പ്രഗത്ഭരൊക്കെ അതിൽ പെട്ടുപോകും. പിന്നീട് അവർ തിരുത്തി സമസ്തയോട് കൂടെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് ഏത് കാലഘട്ടത്തിലും നിങ്ങൾ ആലോചിച്ച് നോക്കാം. അതിപ്പോ വാഫി വിഷയമാവട്ടെ, അതിപ്പോ ആലുവ തരീക്കത്താവട്ടെ, ഇതൊക്കെ എടുത്ത സമയത്ത് പല ആളുകളും ഒന്നും ആലുവ തരീക്കത്തിന്റെ ഒന്നും കൂടുതൽ വിശദീകരിക്കണം. ഇന്ന് എന്താണ് പ്രസ്ഥാനം എന്നറിയാത്ത രീതിയിൽ അവർ തമ്മിൽ അടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം ഇല്ലാത്ത രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന, അവരും സമസ്തക്കെതിരെ ഒരു മുഷാവറ ഉണ്ടാക്കിയിരുന്നു, ഗൗസിയ സുന്നി ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ. അതൊക്കെ ഒന്നും അല്ലാതായി മാറി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, അതേപോലെയാണ് അന്ന് ബാക്കിയാത്തിലെ അന്നത്തെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നത്തെ പ്രിൻസിപ്പളായിരുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് അടക്കമുള്ള ആളുകളൊക്കെ സമസ്തയുടെ തീരുമാനത്തിന് അത്ര ദയിച്ചില്ല. ആ സമയത്താണ് ബഹുമാനപ്പെട്ട ബാഫക്ക് തങ്ങളും, നമ്മൾ ആലോചിച്ചുകൊണ്ട് ബാഫക്ക് തങ്ങൾ ആ കാലഘട്ടത്തിൽ സമസ്തയുടെ തീരുമാനത്തിനോടൊപ്പം നിന്നതിന്റെ ആ ഒരു കാര്യങ്ങൾ നമ്മുടെ സമസ്തന്റെ ചരിത്രം എടുത്തു നോക്കണം. ബഹുമാനപ്പെട്ട ബാഫക്ക് തങ്ങളും സമസ്തയുടെ നേതാക്കളും ഷെയ്ഖ് ഹസൻ ഹസ്രത്തിനെ അദ്ദേഹത്തിനോട് കൂടിയിരുന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് 2 തവണ അദ്ദേഹത്തോട് സമ്മതം ചോദിച്ച് തീരുമാനിച്ചു. പക്ഷേ അദ്ദേഹം ഒരു ചർച്ചക്കും തയ്യാറായില്ല എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം ചർച്ചയുമായിട്ട് മുന്നോട്ട് ചർച്ച ചെയ്യാൻ തന്നെ തയ്യാറായില്ല. അങ്ങനെയാണ് തലശ്ശേരി ഓടത്തിൽ പള്ളിയിൽ ചില ഉലമാക്കൾ യോഗം ചേർന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനത്തിനെതിരെ. എന്നിട്ട് അവർ യോഗം ചേരുകയും, അങ്ങനെ യോഗം ചേർന്ന സമയത്ത് തബ്ലീഗ് ജമാഅത്തിനെ അംഗീകരിക്കാത്ത ആളുകൾ പോലും, സമസ്തയോട് പണ്ഡിതന്മാരോട് അസൂയ പുലർത്തിയ ചില ആളുകൾ പോലും ആ യോഗത്തിൽ പങ്കെടുത്ത് വിജയിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെയാണ് അവിടെ വെച്ചാണ് അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ള ഒരു സംഘടന രൂപീകരിക്കുന്നത്. നമ്മൾ ആലോചിച്ചാൽ നമ്മുടെ ചരിത്രത്തിൽ, സമസ്തയുടെ ചരിത്രത്തിൽ നിങ്ങൾക്കൊക്കെ അറിയാം, അഖില കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രം, സമസ്തയുടെ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. തബ്ലീഗ് ജമാഅത്തിനെതിരെ എടുത്ത തീരുമാനം ദഹിക്കാത്ത ചില ആളുകളൊക്കെ കൂടിയിരുന്നു കൊണ്ടുണ്ടാക്കിയതാണ് അഖില കേരള ജംഇയ്യത്തുൽ ഉലമ. അതിൽ വലിയ വലിയ ആളുകൾ പെട്ടിരുന്നു എന്നുള്ളതാ. മഞ്ചേരിയിലെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഫളുഫരി എന്നറിയപ്പെടുന്ന കുട്ടി മുസ്ലിയാർ, ഓക്കെ അബ്ദുറഹ്മാൻ കുട്ടി ഹസ്രത്ത്, കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ അതിൽ പെട്ടിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു? നമ്മൾ ശരിക്കും ഇതൊക്കെ പഠിക്കുമ്പോൾ ഇന്നത്തെ ചില സാഹചര്യങ്ങളെ കുറിച്ച് നമുക്കറിയാൻ സാധിക്കുമെന്നുള്ളത്. അഖിലയുടെ പുറപ്പാട് സമസ്തക്കെതിരെ വലിയ കൊടുങ്കാറ്റായിട്ട് വരുമെന്നൊക്കെ അവർ പറഞ്ഞു. പല ആളുകളും അങ്ങനെ വ്യാഖ്യാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനമായിരിക്കുന്ന ജാമിയ നൂരിയക്ക് പകരമായിട്ട് കാസർഗോഡ് ഇവർ ഒരു കോളേജ് ഉണ്ടാക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കുക. സമസ്തക്കെതിരെ ഒരു മുഷാവറ ഉണ്ടാക്കി, ജംഇയ്യത്ത് എന്ന പേരിൽ ഒരു മാസിക തുടങ്ങി. മാത്രവുമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറയിലെ വന്യവയോധികന്മാരായിരിക്കുന്ന നേതാക്കന്മാർക്ക് മനസ്സിൽ വല്ലാത്ത ഒരു ആശങ്ക തുടങ്ങിയിരുന്ന ഒരു സമയം. ആ സമയത്താണ് ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് ഒരിക്കൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമയുടെ അടുക്കൽ എന്നുകൊണ്ട് പറഞ്ഞു, നമ്മൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ഇവർ പ്രസിദ്ധീകരണവും അതുപോലെ തന്നെ കോളേജുമായിട്ട് നാട്ടിലാകെ നടന്ന് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ, ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ വലിയ വലിയ പണ്ഡിതന്മാരാണുള്ളത്. ബഹുമാനപ്പെട്ട കോട്ടുമല പറഞ്ഞു, കോട്ടുമല ഉസ്താദിനോട് ശംസുൽ ഉലമ പറഞ്ഞു, കോട്ടുമല, നിങ്ങൾക്ക് ഒരു ഭയം വേണ്ട. സമസ്ത സ്ഥാപിച്ചത് അള്ളാഹുവിന്റെ ഔലിയാക്കളും മാരിഫീങ്ങളുമാണ്. അവർ നമ്മുടെ കൺമുന്നിൽ നിന്ന് മറഞ്ഞിട്ടുണ്ട് എങ്കിലും സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ അവരുടെ സാന്നിധ്യമുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്ഥാപക നേതാക്കൾ സമസ്തയെ രക്ഷിക്കും. അതാണ് അതന്നെ ഇന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ അടക്കമുള്ള ആളുകൾ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ സമയത്ത്, ആ കാലഘട്ടത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ കാലഘട്ടത്തെ ഇബാദത്തുകളിലും ദിക്റുകളിലും മാത്രം ഒഴുകി പള്ളിയിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. ആരാ? നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. 1960കളിലെ വലിയായി നമ്മുടെ കേരളത്തിൽ അറിയപ്പെട്ട ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ.
ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ ബഹുമാനപ്പെട്ട CH ഐദ്രോസ് മുസ്ലിയാർ വിളിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു. അകലെ പോവുമെന്ന് ബഹുമാനപ്പെട്ട CH ഐദ്രോസ് മുസ്ലിയാരോട് ആ കാലഘട്ടത്തിലെ സൂഫി വര്യനായ ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. അങ്ങനെയാണ് 1966 ഏപ്രിൽ 3 കോഴിക്കോട് കുറ്റിച്ചിറയിൽ ഒരു വലിയ സമ്മേളനം സംഘടിപ്പിക്കുകയും ആ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ബാഖിയാത്തിന്റെ അന്നത്തെ പ്രിൻസിപ്പളായിരുന്ന മുഹമ്മദ് അബൂബക്കർ ഹസ്രത്ത് ആയിരുന്നു എന്നുള്ളതാണ്. സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് PMS പൂക്കോയ തങ്ങളുടെ ഒരു പ്രഭാഷണമുണ്ട്. വലിയ നീണ്ട പ്രഭാഷണമല്ല, മുഖക്കെ ചുവന്നു തുറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് PMS പൂക്കോയ തങ്ങൾ അകലെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രഭാഷണം നടത്തുകയുണ്ടായി എന്നില്ല. ഇവിടെ അഖിലയും വേണ്ട കുകിലയും വേണ്ട, ഇവിടെ സമസ്ത മതി. ഇവിടെ അഖിലയും വേണ്ട കുകിലയും വേണ്ട, സമസ്ത മതി എന്ന് ബഹുമാനപ്പെട്ട പാണക്കാട് PMS പൂക്കോയത്തങ്ങൾ പറഞ്ഞ ചരിത്രം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ നമുക്ക് കിട്ടാവുന്ന ഈ അടുത്തുള്ള ഈ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബിലുള്ള പ്രഭാഷണങ്ങളിൽ വരെ അത് നമുക്ക് കേൾക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ശംസുൽ ഉലമ പലപ്പോഴും പല പ്രഭാഷണങ്ങളിലും പൂക്കോയത്തങ്ങളുടെ ആ തീരുമാനത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങളും ബാഫക്കത്തങ്ങളും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും ബഹുമാനപ്പെട്ട കൂട്ടുമൽ ഉസ്താദൊക്കെ മാറ്റി നിർത്തിയ ഒരു പ്രസ്ഥാനമാണ് തബ്ലീഗ് ജമാഅത്ത്. ബഹുമാനപ്പെട്ട ബാഫക്കത്തങ്ങൾ അവരുമായിട്ട് ചർച്ച വരെ നടത്താൻ വേണ്ടിയിട്ട് സമസ്ത നേതാക്കളോട് പറഞ്ഞു. ചർച്ച നടത്തിയപ്പോൾ അവർ തയ്യാറായില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തു. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. മാത്രവുമല്ല, അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ള ഒരു സംഘടന ഉണ്ടാക്കിയ ഇവർ ഈ സംഘടന തന്നെ പിന്നീട് തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. തബ്ലീഗ് ജമാഅത്തിനെതിരെ തീരുമാനം എടുത്തതിന്റെ പേരിൽ രൂപീകരിക്കപ്പെടുത്ത സംഘടനയാണ് അഖില കേരള ജംഇയ്യത്തുൽ ഉലമ. ഈ സംഘടന പിന്നെ എന്ത് ചെയ്തു? സമസ്ത പറഞ്ഞ തബ്ലീഗ് ജമാഅത്തിന്റെ ആ ആശയം ശരിയാണോ തെറ്റാണോ എന്ന് അവർ കൂടി ഒന്ന് പഠിക്കാൻ തീരുമാനിച്ചു. അവർ പഠിച്ചപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്ത അതേ ആശയത്തിലേക്ക് തന്നെ അവർ വന്നു എന്നുള്ളതാണ്. അതോടുകൂടി പൂക്കോയത്തങ്ങളുടെ പ്രഭാഷണത്തോടു കൂടി അഖില കേരള ജംഇയ്യത്തുൽ ഉലമ നാമാവിശേഷമാകുകയും ആ സംഘടന ഇല്ലാതുകയും അവരുടെ ജംഇയ്യത്ത് എന്നുള്ള പത്രം കുറച്ചു കാലം നമ്മുടെ നാളപ്പുറത്തൊക്കെ ഇങ്ങനെ ഓടുകയും പിന്നീട് അത് നിലംപരിശാവുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് ചരിത്രങ്ങൾ വായിച്ചാൽ മനസ്സിലാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തബ്ലീഗ് ജമാഅത്തിനെ ആരംഗീകരിച്ചാലും ശരി, നമ്മുടെ മുന്നിൽ ബാഫക്കത്തങ്ങളും പൂക്കോയത്തങ്ങളും മഹാന്മാരായിരിക്കുന്ന സമസ്തയുടെ ഉലമാക്കളൊക്കെ കാണിച്ചു തന്ന ഒരു മാർഗ്ഗമുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. ഞാൻ ഒരു വേള ഒരു പ്രഭാഷണത്തിലോ ഒരു പുസ്തകത്തിലോ വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഓർമ്മയിൽ വന്ന ഒരു ചരിത്രം ഒരു ചരിത്രം ഓർമ്മ വരികയാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ പാണക്കാട് പള്ളിയുടെ പ്രസിഡന്റ് പദത്തിലിരിക്കുന്ന സമയം അസർ നമസ്കാരത്തിന് ശേഷം തബ്ലീഗ് ജമാഅത്തിന്റെ കുറച്ച് ആളുകളൊക്കെ വന്നുകൊണ്ട് നമസ്കാരം കഴിഞ്ഞ് അവിടെ എണീറ്റ് നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ആ സമയത്ത് ദുആ കഴിഞ്ഞ് പോകും ഉമർ അലി ശിഹാബ് തങ്ങൾ സൈഡിൽ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. തങ്ങൾ പറഞ്ഞു, പ്രസംഗം നിർത്തിയാൽ ഇവിടെ പ്രസംഗിക്കാൻ ഞങ്ങൾ ഇവിടെ ഒരു ഖത്തീബിനെ പൈസ കൊടുത്തിട്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പിന്നെ കാക്കാനോട് ഞങ്ങൾ സമ്മതം ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉമർ അലി ശിഹാബ് തങ്ങൾ കാക്കാന്ന് പറഞ്ഞ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട്. അപ്പോൾ ഉമർ തങ്ങളെ ശൈലി വേറെയാണല്ലോ, നമുക്കൊക്കെ അറിയാം. തങ്ങൾ പറഞ്ഞു, ഞാൻ ഉമർ പറഞ്ഞാണ് ഇവിടെ നടത്താൻ പറ്റൂല എന്ന് കാക്കാനോട് പറഞ്ഞാളി എന്നുള്ള ഒരു പ്രഭാഷകനിൽ നിന്നോ അതോ ഒരു പുസ്തകത്തിന്റെ അനുസ്മരണത്തിൽ നിന്നോ കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയക്കാർ മസ്ജിദിൽ വന്നുകൊണ്ട് ദഅവത്ത് നടത്തിയപ്പോൾ തന്റെ ആശയത്തിന് അതിരെതിരാണെന്ന് ബോധ്യപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ അവിടെ എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഇതിവിടെ എൻ്റെ പള്ളി നടക്കൂല, നിങ്ങൾ പുറത്തിറങ്ങി ചെയ്തോളി എന്ന് പറഞ്ഞ ആ ഒരു പാരമ്പര്യം നമുക്കുണ്ട് എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാകുക. അള്ളാഹു സുന്നത്ത് ജമാഅത്തിന്റെ കീഴിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.